ചലച്ചിത്ര ഗാനരചനാ രംഗം സിനിമയുടെ മറ്റെല്ലാ മേഖലകളെയും പോലെ പുരുഷാധിപത്യത്തിന്റെ പിടിയിലാണ്. സംഗീത സംവിധാനത്തിലോ ഗാനരചനയിലോ വിരലിലെണ്ണാവുന്ന സ്ത്രീ സാന്നിധ്യമേ ഇന്ത്യൻ സിനിമയിലുള്ളൂ. ഇന്ത്യൻ സിനിമ എന്ന് പൊതുവെ വിവക്ഷിക്കപ്പെടുന്ന ഹിന്ദി സിനിമ മേഖലയിൽ സംഗീത സംവിധായകന്മാരും എഴുത്തുകാരികളും വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. ഇസ്രത് സുൽത്താന, സരസ്വതി ദേവി, ഉഷാ ഖന്ന തുടങ്ങിയ കമ്പോസർമാരും കൗസർ മുനീർ, അഭിരുചി ചന്ദ്, മേഘ്ന ഗുൽസാർ തുടങ്ങിയ എഴുത്തുകാരും മാത്രമാണ് ബോളിവുഡിൽ അല്പമെങ്കിലും സ്വാധീനമുറപ്പിച്ചവർ. പ്രാദേശിക സിനിമാ മേഖലകളിലേക്ക് വരുമ്പോഴാകട്ടെ സംഗീത സംവിധാന ഗാനരചനാ മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യം വീണ്ടും നാമമാത്രമാകുന്നത് കാണാനാകും. എന്നാൽ തമിഴ് സിനിമാ ഗാന എഴുത്തു മേഖലയിൽ വനിതാ സ്വാധീനം അല്പം മെച്ചപ്പെട്ടതായിരുന്നു എന്ന് വേണം പറയാൻ. പാർവതി, കുട്ടിരേവതി, താമര എന്നീ ഗാനരചയിതാക്കൾ തമിഴ് ചലച്ചിത്ര രംഗത്ത് സാന്നിധ്യം അറിയിച്ചു. മൂവരിൽ താമര ഹിറ്റുകൾ സൃഷ്ടിച്ച് ഇന്ത്യൻ ചലച്ചിത്ര ഗാനരചനാ രംഗത്ത് ഒറ്റയാൾ സാന്നിധ്യമായി മാറി. 1975 നവംബർ 10 കോയമ്പത്തൂരിലാണ് താമരയുടെ ജനനം. കുട്ടിക്കാലം മുതൽ സാഹിത്യത്തോട് കമ്പമുണ്ടായിരുന്ന താമര കോയമ്പത്തൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് ടെക്നോളജിയിൽ നിന്നും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. എന്നാൽ മനസ്സിൽ നിറയെ കവിതകളും കഥകളും ഉണ്ടായിരുന്ന താമര എഞ്ചിനീയറിംഗ് മേഖല ഉപേക്ഷിച്ചു. ചെന്നൈയിലേക്ക് താമസം മാറ്റിയ അവർ ഫ്രീലാൻസ് ജേർണലിസ്റ്റായി. തമിഴിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കവിതകളും കഥകളും എഴുതി. തമിഴിലെ പരമ്പരാഗത വാക്കുകളും ശൈലികളും നിറഞ്ഞ താമരയുടെ കവിതകളുടെ സ്ഥിരം ആസ്വാദകനായിരുന്നു സംവിധായകൻ സീമാൻ. 1998 ഇദ്ദേഹം സംവിധാനം ചെയ്ത ഇനിയവളെ എന്ന സിനിമയിലേക്ക് ഗാനങ്ങൾ എഴുതാൻ സീമാൻ താമരയെ ക്ഷണിച്ചു. വാലിയും വൈരമുത്തുവും തുടങ്ങിയ അതികായന്മാർ വാഴുന്ന തമിഴ് ചലച്ചിത്ര ഗാനരചനാ രംഗത്ത് താമര രണ്ടും കൽപ്പിച്ച് സീമാന്റെ ക്ഷണം സ്വീകരിച്ചു. പ്രഭുവും ഗൗതമിയും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഇനിയവളയിൽ ദേവയുടെ സംഗീതത്തിൽ 6 ഗാനങ്ങളാണ് താമര എഴുതിയത്. AR റഹ്മാൻ തമിഴ് സിനിമ അടക്കി വാണിരുന്ന കാലം കൂടിയായിരുന്നു 90കൾ. സീമാന്റെ കണക്കുകൂട്ടൽ പിഴച്ചില്ല. ഇനിയവളയിലെ ദേവ, താമര കൂട്ടുകെട്ടിലെ ഗാനങ്ങൾ ഹിറ്റുകളായി. അതോടെ തമിഴ് സിനിമ ഗാനരചനാ രംഗത്ത് ഒരു നിശബ്ദ വിപ്ലവത്തിന് താമര തുടക്കം കുറിച്ചു. ആൺ പെൺ മനസ്സുകളുടെ വികാരാവിഷ്കരണം പുരുഷന്മാർ മാത്രം നിർവഹിച്ചിരുന്ന സിനിമാ ഗാനരചനാ മേഖലയിൽ പെണ്ണ് തന്നെ അവളുടെ മനോഗതങ്ങൾ എഴുതുന്ന സ്ഥിതി വന്നു. ഒപ്പം ആണിന്റെ വികാര വിചാരാവിഷ്കാരവും താമര ഗാനങ്ങളിൽ പ്രാവർത്തികമാക്കി. പ്രണയവും പ്രണയനഷ്ടവും കാത്തിരിപ്പും പ്രതീക്ഷയും തുടങ്ങി സമസ്ത മനുഷ്യവികാരങ്ങളെയും ഗാനങ്ങളിലൂടെ താമര അഭിസംബോധന ചെയ്തു. ആദ്യ ചിത്രമായ ഇനിയവളയുടെ വിജയത്തിന് ശേഷം താമരയ്ക്ക് അവസരങ്ങളുടെ പ്രളയമായിരുന്നു. അവസരം കൂടുമ്പോൾ ഗുണം കുറയും എന്ന സാമാന്യ തത്വത്തിന് വിപരീതമായിരുന്നു താമരയുടെ എഴുത്തുകൾ. അവസരങ്ങൾ കൂടിയപ്പോൾ സിനിമ ആവശ്യപ്പെടുന്ന വൈകാരിക തീവ്രതയുടെ തനിമ ചോരാതെ അവർ കൂടുതൽ ജാഗ്രതയോടെ എഴുതി. 1998 തന്നെ റിലീസായ വിക്രമൻ സംവിധാനം ചെയ്ത ഉന്നിടത്തെ കൊടുത്തേൻ എന്ന ചിത്രത്തിലെ താമരയുടെ ഗാനങ്ങൾ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി. SA രാജ്കുമാർ ആയിരുന്നു സംഗീത സംവിധായകൻ. കാർത്തിക്കും അജിത്തും റോജയും മുഖ്യ കഥാപാത്രമായ ചിത്രത്തിലെ മല്ലികപ്പൂവേ എന്ന സുജാതയും ഉണ്ണികൃഷ്ണനും പാടിയ ഗാനം സൂപ്പർ ഹിറ്റായി. 2000 റിലീസായ കമൽഹാസൻ ജ്യോതിക ചിത്രമായ തെനാലിയിൽ AR റഹ്മാന്റെ സംഗീത സംവിധാനത്തിൽ താമര എഴുതിയ എല്ലാ ഗാനങ്ങളും ഹിറ്റുകളായി. ആ ചിത്രത്തിലെ ശ്വാസമേ ശ്വാസമേ, ഇഞ്ചിരിങ്ങോ ഇഞ്ചിരിങ്ങോ, തക്കിട തക്ക എന്നീ ഗാനങ്ങൾ തമിഴ്നാടിന് പുറത്തും തരംഗമായി. തൊട്ടടുത്ത വർഷം ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്ത് മാധവൻ നായകനായ മിന്നൽ എന്ന ചിത്രത്തിൽ താമര എഴുതിയ വസീകര എന്ന ഗാനം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. ഹാരിസ് ജയരാജനായിരുന്നു സംഗീതം. ബോംബെ ജയശ്രീ എന്ന ഗായികയുടെ സംഗീത ജീവിതത്തിലെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായി വസീകര മാറി. തുടർന്ന് 2003 ഗൗതം വാസുദേവ മേനോന്റെ സംവിധാനത്തിൽ സൂര്യ നായകനായി പുറത്തിറങ്ങിയ കാഖ കാഖ എന്ന ചിത്രത്തിൽ താമരയും ഹാരിസ് ജയരാജും വീണ്ടും ഒന്നിച്ചു. ചിത്രത്തിലെ ഉയിരിനുയിരെ എന്ന ഗാനം ഉൾപ്പെടെ എല്ലാ ഗാനങ്ങളും പ്രേക്ഷകർ ഏറ്റെടുത്തു. 2006 കമലഹാസനെ നായകനാക്കി ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്ത വേട്ടയാട് വിളയാട് എന്ന ചിത്രത്തിലെ ഹാരിസ് ജയരാജിന്റെ ഈണത്തിന് വരികൾ എഴുതിയതും താമരയായിരുന്നു. ചിത്രത്തിലെ പാർത്ത മുതൽ നാളെ എന്ന ഗാനവും സൂപ്പർ ഹിറ്റ്. ഇതേ കൂട്ടുകെട്ടിൽ 2007 പിറന്ന ശരത് കുമാർ ചിത്രം പച്ചക്കിളി മുത്തുച്ചരം എന്ന സിനിമയിലെ കാതൽ കൊഞ്ചം, കറുകറു വിഴികളാൽ, ഉൻസിരിപ്പിനിൽ എന്നീ ഗാനങ്ങളും ഹിറ്റായി. 2008 പുറത്തിറങ്ങിയ വാരണമായിരം എന്ന ചിത്രത്തിലെ അടിയെ കൊള്ളുതേ, മുൻദിനം പാർത്തേനെ, നെഞ്ചുകൊൾ പെയ്തിടും മാമഴை, അവ എന്നെ തേടി വന്ന, അനൽ മേലെ പനിത്തുള്ളിയെ, ഏത്തി ഏത്തി ഏത്തി, ഓശാന്തി തുടങ്ങി 7 ഗാനങ്ങളും ഒന്നിനൊന്ന് സൂപ്പർ ഹിറ്റുകൾ. 2015 ഗൗതം വാസുദേവ മേനോൻ, ഹാരിസ് ജയരാജ്, താമര ടീം വീണ്ടും ഒന്നിച്ചു. എന്നെ അറിന്താൾ എന്ന ചിത്രത്തിലെ ആരാടു എന്ന പാട്ടടക്കം വീണ്ടും ഹിറ്റുകൾ. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം എന്നെ അറിന്താളിലെ എന്നെ എന്ന പാട്ടിലൂടെ ഇംഗ്ലീഷ് വാക്കുകൾ താമര ഉപയോഗിച്ചത്. പാട്ടിന്റെ തുടക്കത്തിലുള്ള റാപ്പ് സ്വഭാവമുള്ള ഏതാനും ഇംഗ്ലീഷ് വരികൾ. ശുദ്ധ തമിഴിനെ ഇഷ്ടപ്പെടുന്ന താമരയുടെ ഒറ്റപ്പെട്ട ഗാനം എന്ന് വേണമെങ്കിൽ ഈ പാട്ടിനെ വിശേഷിപ്പിക്കാം. 2008 ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സുബ്രഹ്മണ്യപുരം എന്ന ചിത്രത്തിൽ താമര എഴുതിയ കൺകൾ ഇരുണ്ടാൽ എന്ന സൂപ്പർ ഹിറ്റ് ഗാനം ദക്ഷിണേന്ത്യയിലാകെ അലയടിച്ചു. ജെയിംസ് വസന്തനായിരുന്നു സംഗീതം. തമിഴിലെ എക്കാലത്തെയും നിത്യഹരിത ഗാനമായി കൺകൾ ഇരുണ്ടാലിനെ വിലയിരുത്താം.
2024 പുറത്തിറങ്ങിയ ഇന്ത്യൻ 2 എന്ന ശങ്കർ കമൽഹാസൻ ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചതും താമരയാണ്. അനിരുദ്ധ് രവിചന്ദർ ആയിരുന്നു സംഗീതം. സിനിമാ ഗാനങ്ങൾ ഉൾപ്പെടെ 500ഓളം ഗാനങ്ങളാണ് താമര എഴുതിയത്. എഴുത്തിലെ സംഭാവനകളെ മാനിച്ച് ഫിലിംഫെയർ അവാർഡടക്കം 20ലേറെ പ്രമുഖ പുരസ്കാരങ്ങൾ താമരയെ തേടിയെത്തി. ഇന്ത്യൻ ചലച്ചിത്ര ഗാനരചനാ മേഖലയിൽ സ്ത്രീ എന്ന നിലയിൽ കയ്യൊപ്പിട്ട താമരയുടെ ദാമ്പത്യം പക്ഷേ പരാജയമായിരുന്നു. എഴുത്തുകാരനും തമിഴ് ദേശീയ വിടുതല ഇയക്കം എന്ന പ്രസ്ഥാനത്തിന്റെ നേതാവുമായ ത്യാഗുവായിരുന്നു ഭർത്താവ്. സമരൻ എന്ന മകൻ താമര ത്യാഗു ദമ്പതികൾക്കുണ്ട്. തന്നെയും മകനെയും ഉപേക്ഷിച്ചു പോയ ത്യാഗു പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് 2015 താമര സമരം നടത്തി. വള്ളുവർക്കോട്ടത്ത് നടത്തിയ താമരയുടെ 3 ദിവസത്തെ സമരം വലിയ വാർത്താ പ്രാധാന്യം നേടി. ത്യാഗുവിന്റെ 20 വർഷത്തെ പൊതുജീവിതം കപടമാണെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നുമായിരുന്നു താമരയുടെ ആവശ്യം. തമിഴ് ഗാനങ്ങളിൽ ഇംഗ്ലീഷ് വാക്കുകൾ സ്ഥാനത്തും അസ്ഥാനത്തും കുത്തിനിറക്കുന്ന പ്രവണത ഏറെക്കുറെ അവസാനിച്ചത് താമരയുടെ വരവോടെയാണ്. ഇംഗ്ലീഷ് മാത്രമല്ല ഇതര ഭാഷകളും തമിഴിനോട് കലർത്താൻ ഇഷ്ടപ്പെടാത്ത എഴുത്തുകാരിയായിരുന്നു താമര. തങ്കത്തമിഴിനെ വീണ്ടെടുത്ത കവയിത്രി എന്നാവും ഒരുപക്ഷെ കാലം താമരയെ അടയാളപ്പെടുത്തുക.